ഹലോ ഗൈസ്, ഇതെന്താ പറമ്പൊക്കെ കാട്ടുന്നത് കഴിക്കും. പറമ്പല്ല കേട്ടോ, ഇത് വയൽവക്കത്ത് വന്ന് നിൽക്കുകയാണ് പാറുവിനെ കൂട്ടാൻ. അതാ പാറു കണ്ടു. പാറുവിന് കൈ കുഴഞ്ഞിട്ട് കുറച്ച് നേരം ബാഗ് അവിടെ വെച്ച് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ ബാഗൊക്കെ ഞാൻ തൂക്കി അവിടെ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോകുന്നതിനിടയ്ക്ക് എന്തൊക്കെയോ കളികളാണ്. കുറേ വിശേഷങ്ങളൊക്കെ പറയുക. സ്കൂൾ വിട്ട് വരുമ്പോൾ 2-3 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അവർക്ക് കൂടെ വരാൻ. പക്ഷേ ഈ ഇവിടേക്ക് എത്തുമ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പം ഞാനിവിടെ റോഡ് വക്കത്ത് കാത്തു നിൽക്കുകയാണ്. തോട് കണ്ടില്ലേ, നല്ല ഒഴുക്കുള്ള തോടാണ്. ഇപ്പോൾ വെള്ളം കുറഞ്ഞു, മഴ ഇല്ലാത്തതുകൊണ്ട്. മഴയുള്ള സമയത്ത് നിറയെ വെള്ളവും ഒഴുക്കുള്ള നല്ല വെള്ളമാണ് തോട്ടിലൂടെ പോകുന്നത്. പൂക്കളും ചെടികളും. ഈ പൂവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വയലിലൊക്കെ ഉണ്ടാകുന്ന പൂവാണ്. അതൊക്കെ പറിച്ച് നടക്കുക. അങ്ങനെ ഞങ്ങൾ തോടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ അവളെ ഫ്രണ്ട്സൊക്കെ പോകുന്ന ചാത്തമംഗലം സ്കൂളിൻ്റെ ബസ് കണ്ടു. അപ്പം അവർക്ക് ബായ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഓടിപ്പോയി ബായ് കൊടുത്തിട്ട് വരികയാണ്. ഇന്നിപ്പോൾ ചെറിയ മോൾ ഉറങ്ങുകയാണ് വീട്ടിൽ. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇവളെ കൂട്ടാൻ വന്നത്. എന്തൊക്കെയോ വിശേഷങ്ങൾ പറയുകയാണ് ഗൈസ്. സ്കൂളിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കട്ടീസായതും കളിച്ചതും PT പീരീഡ് ഉണ്ടായിരുന്നു എന്ന്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരാം. നമ്മൾ പണ്ട് ചെറുതാവുമ്പോൾ ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ? വയലിലും തോട്ടിലും വെള്ളത്തിലൊക്കെ കളിച്ചിട്ടൊക്കെ അല്ലേ അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ പൂക്കളൊക്കെ പറിച്ച് വെള്ളത്തിലേക്ക് പെട്ട്. പിന്നെ അന്ന് എന്താ വൈകിട്ട് ചായക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കഴിക്കാൻ എന്നൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. അതിനിടയിൽ ഫോണ് വേണമെന്ന് പറയാം. ഈ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? വയലിലൊക്കെ ഉണ്ടാകുന്ന ഈ പൂവ് പശുക്കളും മൃഗങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെന്തോ അസുഖം വരും എന്നൊക്കെ പറയുന്നേക്ക്. അതൊക്കെ ശരിയാണോ? പൂ പറിച്ചത് വെള്ളത്തിലേക്കിട്ട് വെള്ളത്തിൽ നിന്ന് ഒഴുകിപ്പോകുന്നു കാണുമ്പോൾ അവൾ പൂ പറിച്ച് വെള്ളത്തിലേക്ക് ഇടുകയാണ്. പോയി ഒഴുകിപ്പോയി. അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. വീണ്ടും നടക്കുകയാണ്. വീടിനടുത്തുള്ള ഒരു ചേച്ചി വരുന്നുണ്ട്. ഒരു മോൻ്റെ കുട്ടീനെ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. സ്കൂൾ വിട്ട് വരുന്നുണ്ടാവും ആ കുട്ടി. ഞങ്ങൾ വീട്ടിലെത്താറായിട്ടോ ഗൈസ്. അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.